ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണം സീരീസിലെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം 2 സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നമുക്ക് ഈ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. 2 സ്പൂൺ അളവിൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ബീട്രൂട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ബീട്രൂട്ടിൽ നിന്നും വെള്ളമൊക്കെ ഒന്ന് ഊറി ഇറങ്ങും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ബീട്രൂട്ട് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിലുള്ള വെള്ളം ചേർത്തിട്ട് വേണമെന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വെറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ തൈര് കട്ടകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ തൈര് ചേർത്തതിന് ശേഷം പിന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സദ്യ ബീട്രൂട്ട് പച്ചടി റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.